മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലും വെന്നൂർ സ്വദേശികളായ വേലായുധനും സുമേഷിനും ഇപ്പോഴും ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ഇനി കരിമരുന്നു പണിക്കില്ലെന്ന് ഇരുവരും പറയുന്നു. ദുരന്തത്തിനിരയായ സുദർശനൻ ഇവരുടെ നാട്ടുകാരനും സഹപ്രവർത്തകനുമായിരുന്നു. സുദർശനൻ ഉൾപ്പെടെ 4 പേരാണ് വെന്നൂരിൽ നിന്ന് വെടിക്കോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി മുണ്ടത്തിക്കോട് സതീഷിന്റെ പണിശാലയിൽ ഉണ്ടായിരുന്നത്. വെന്നൂർ സ്വദേശിയായ വേലായുധൻ 40 വർഷത്തിലധികമായി വെടിക്കെട്ട് ജോലി ചെയ്യുന്നയാളാണ്. 60-കാരനായ വേലായുധൻ മുൻപ് വെടിക്കെട്ട് ദുരന്തങ്ങളിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. 2006-ൽ തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ നടന്ന പൊട്ടിത്തെറിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അന്ന് വെന്നൂർ ഗ്രാമത്തിലെ 6 പേരാണ് അപകടത്തിൽ മരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് തരൂരിലുണ്ടായ അപകടത്തിൽ വലതുകൈക്ക് സാരമായി പൊള്ളലേറ്റ സംഭവം വേലായുധൻ ഓർത്തെടുത്തു. അന്ന് കൂടെയുണ്ടായിരുന്നയാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. സാധനം എൻ്റെ മുമ്പത്തുനിന്ന് പൊട്ടിയപ്പോൾ ഞാൻ രക്ഷയ്ക്ക് നമ്മൾ ഓടി, അങ്ങനെ ഓടിപ്പോയതാണ്. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് പിന്നെ നോക്കുന്നില്ല. കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3-4 കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ആളാണ്. എൻ്റെ കയ്യൊക്കെ നോക്കാം പൊള്ളിട്ടതൊക്കെ. ഇനി ഒരു പരീക്ഷണത്തിലില്ല. നമുക്ക് വയസ്സുമായി പ്രായമായി. ഈ പണിയെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുമില്ല, ഇനി പോകുന്നില്ല. ദുരന്തമുഖങ്ങളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇനി ഒരിക്കലും കരിമരുന്ന് പണിക്കില്ലെന്ന് വേലായുധൻ ഉറപ്പിച്ചു പറയുന്നു. വെന്നൂർ സ്വദേശിയായ കുമാരൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. TCV ന്യൂസ്, ചേലക്കര.